ഇന്ന് നിങ്ങളുടെ ദിവസത്തിന്റെ തുടക്കം തന്നെ വളരെ വലിയൊരു മെസ്സേജ് കൊണ്ടാണ് അല്ലെ? എന്താണ് സോജാമാൻ പറഞ്ഞത്? നിങ്ങളുടെ മനസ്സിനെ അവഗണിച്ച് നിങ്ങളുടെ ആത്മാവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം, മുന്നോട്ട് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങിയ ആളുടെ ഒരു അനുഭവ കഥ കൂടി പറഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് ചുറ്റുമുള്ള സമൂഹം മുഴുവൻ നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ നോക്കും. പിന്നോട്ട് വലിക്കാൻ നോക്കുമ്പോ അതിന്റെ പുറകെ പോണത് മനസ്സാണ് അല്ലെ? മനസ്സാണ് അതിന്റെ പുറകെ പോണത്. ആത്മാവ് പോവില്ല. ആത്മാവ് പോവാൻ മടിച്ചു നിൽക്കും. പക്ഷെ നമ്മൾ വലിച്ചു കൊണ്ടുപോകും. നമ്മൾ വലിച്ചു കൊണ്ടുപോകും. കൊണ്ടുപോകാതിരിക്കുക. നമ്മൾ ആത്മാവിന്റെ ഒപ്പം നിൽക്കുക. എല്ലാ മനുഷ്യരുടെയും ഒരു സംശയമാണ് ഈ ഇതിനൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം ആത്മീയത കൊണ്ടുപോയി അടക്കാൻ പറ്റൂല എന്നുള്ളത് എല്ലാവരുടെയും സംശയം. അതിന് ഒരു പ്രത്യേക രൂപം വേണം. അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ ജീവിതത്തിലുള്ള എല്ലാം ഒഴിച്ചു വെച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഇരിക്കണം. ഉം ജീവിതത്തിനെല്ലാം ഒഴിച്ചു വെച്ചിട്ട് അതിനു വേണ്ടി ഇരിക്കണം. അങ്ങനെ ഒരു 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 മിഥ്യാധാരണ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഒരു മിഥ്യാധാരണ. ഞാൻ എല്ലാം ഒഴിവാക്കിയിരുന്നാൽ മാത്രമാണ് എനിക്ക് ആത്മീയത കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഫുൾ ടൈം എന്തെങ്കിലും ബൈബിളോ ഖുറാനോ ഗീതയൊക്കെ വായിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ദീക്ഷ സ്വീകരിച്ച് ഏതെങ്കിലും സന്യാസി മഠങ്ങളിലോ അല്ലെങ്കിൽ ദേവാലയങ്ങളിലോ പോയി ഇരിക്കണം. അതോടൊപ്പം ഈ കടമകളൊന്നും ഇന്നിപ്പോ സോജാമൻ പറഞ്ഞതല്ല, ഒരു 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 മനുഷ്യായുസിലെ കടമകളാണ്. ഈ കടമകൾ ഉപേക്ഷിച്ച് രക്ഷപ്പെടണം എന്നുള്ള തോന്നലൊക്കെ മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാവാം. അധികം ആളുകളുടെ ഉള്ളിലും ആത്മീയത ആസ്വദിക്കുന്നതിന് അതിന്റെ ഉള്ളിലുള്ള കാമ്പ് സ്പിരിച്വാലിറ്റി ഇന്ന് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിൽക്കുകയാണ് അല്ലെ? പല വിലക്ക് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലര് നല്ല ഫ്രൂട്ട് തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു തമ്മിൽ ഭേദമാണ്. കാരണം പൈസ വാങ്ങിയിട്ടാണെങ്കിലും യാഥാർത്ഥ്യം വിൽക്കുന്നവരുണ്ട്. യാഥാർത്ഥ്യം അത് ഒരു 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 കോടിയിൽ ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒരു ലക്ഷത്തിലല്ല, ഒരു കോടിയിൽ ഒരാളായിരിക്കും. ഒരു കോടിയിൽ ഒരാളായിരിക്കും. പൈസ കൊടുത്തിട്ടാണേലും കുഴപ്പമില്ല. അങ്ങനെ വാങ്ങുന്നവർക്ക് നല്ലത് തന്നെയാണ്, നല്ലതാണ്. കാരണം അവർക്ക് അറിയാം, ഇതിന്റെ സൂത്രം അറിയാം, ഇതിന്റെ ടെക്നിക്ക് അറിയാം. അല്ലാതെ എവിടെന്നെങ്കിലും എന്തെങ്കിലും അരികും മൂല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരിസ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് സ്വന്തം അനുയായികളെ പറ്റിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പൈസയും ഇതൊക്കെ വാങ്ങി. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? നിങ്ങള് എല്ലാം ഉപേക്ഷിച്ച് അത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം നിങ്ങളോട് പറയുന്നത്. എല്ലാം സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളിവിടെ സമർപ്പിക്കുകയാണ്, നിങ്ങളുടെ എല്ലാം നിങ്ങളിവിടെ സമർപ്പിക്കുകയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. എല്ലാം സമർപ്പിച്ചാലേ നിങ്ങൾക്ക് ആത്മീയത ലഭിക്കൂ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ലഭിക്കൂ, അല്ലെങ്കിൽ യഥാർത്ഥ നിങ്ങളെ കണ്ടെത്താൻ കഴിയൂ എന്ന് ഒരിക്കലും നിങ്ങളുടെ മരണം വരെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ ഇതിനകത്തുള്ള സോൾ ട്രെയിനേഴ്സില് ഒരാള് പോലും എന്തെങ്കിലും എൻഗേജ്ഡ് അല്ലാത്ത ആളില്ല. 24 മണിക്കൂറും അവൈലബിൾ അല്ല അവര്. എല്ലാവരും ജോലിയുള്ളവരാണ്, അല്ലെങ്കിൽ ബിസിനസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് അവര് എൻഗേജ്ഡ് ആണ്. ആരും ചുമ്മാ ഇരുന്നിട്ട് ഈ പണി തന്നെ ചെയ്തുകൊണ്ടിരുന്നേക്കാം എന്ന് വിചാരിക്കുന്ന ആരുമില്ല.
എല്ലാവരും അവരവരുടെ കടമകൾ നിർവഹിച്ചുകൊണ്ട് അതോടൊപ്പം അവരുടെ ഫ്രീ ടൈം അവർ ഉപയോഗപ്പെടുത്തുകയാണ്. അവർ സമർപ്പിക്കുകയാണ്. അവർ സറണ്ടർ ചെയ്യുകയാണ് ശരിക്കും. അവരുടെ പണം അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർ സറണ്ടർ ചെയ്യുകയാണ് നിങ്ങൾക്ക്. അത് അവരുടെ ജീവിതത്തിൽ അവരിപ്പോ അനുഭവിക്കുന്നുണ്ടാവും. എല്ലാരും വിചാരിക്കുന്നത് എല്ലാം വിട്ട് നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം നമ്മളുടെ സറണ്ടറാണ്. സറണ്ടറിലുള്ള പ്രശ്നമാണ്. സമർപ്പണത്തിലുള്ള പ്രശ്നമാണ്. അതങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാനും കഴിയില്ല. കാരണം അതിന് വർഷങ്ങളായി ഉണ്ടായതുണ്ടാവാം. പല കാരണങ്ങളുണ്ടാവാം. ഭൗതികമായ കാരണങ്ങളുണ്ടാവാം. നിങ്ങൾ അറിയാത്ത കാരണങ്ങളുണ്ടാവാം. നിങ്ങളുടെ തലമുറകളുടെ പ്രശ്നങ്ങളുണ്ടാവാം. ഈ പറയുന്ന ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടാവാം. മനുഷ്യൻ മാത്രമല്ല. അപ്പൊ അതിനെ എടുത്ത് മാറ്റാൻ കഴിവുള്ള ഒരാളെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ കൂടെ നിന്നോളുക, എടുത്ത് മാറ്റിക്കൊള്ളുക. പക്ഷേ നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടണം എന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ഇതിങ്ങനെ കേട്ടിരുന്നിരുന്ന് ഇന്നലെ 3 മണിക്കൂർ ആൾക്കാർ ഇരുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾ സാറ് പറഞ്ഞ കേൾക്കാൻ നല്ല രസമാണ്, എന്നാ അങ്ങനെ ഇരുന്നേക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാനും ഇരിക്കും. 3 ദിവസം 4 ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്നോളാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. ഞാൻ ചിലപ്പോ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കേൾക്കാനും ഭയങ്കര രസമായിരിക്കും. അപ്പൊ അത് മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് വെച്ച് നിങ്ങൾ കേൾക്കണ്ടെന്നല്ല. പക്ഷെ അതില് നമ്മുടെ കടമകളിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ കടമകളിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്? രാവിലെ നമ്മൾ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോ തന്നെ 1000 ഉത്തരവാദിത്തങ്ങളായിരിക്കും നിങ്ങളുടെ പുറകെ ഓടിയത്. നിങ്ങളെ വെൽക്കം ചെയ്യുന്നത് കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോ തന്നെ 1000 ഉത്തരവാദിത്തം. എന്റെ മക്കളുടെ ഭാവിക്കായിട്ട് നോക്കണം, ഭാവി കരുതണം, വീട് പണിയണം, സമ്പത്ത് ഉണ്ടാക്കണം, കടങ്ങൾ തിരിച്ചടയ്ക്കണം, ഇൻവെസ്റ്റ്മെന്റ് വേണം, സേവിങ് വേണം, മാതാപിതാക്കളെ പരിപാലിക്കണം, ഭാര്യയെ സന്തോഷിപ്പിക്കണം, ഭർത്താവിനെ സന്തോഷിക്കണം. അതോടൊപ്പം തന്നെ ഈ മൊത്ത സമൂഹത്തിന്റെ ബഹുമാനം നേടണം. വാട്ട് എ ടാസ്ക് മാൻ. അവിടെയാണ് മിസ്റ്റേക്ക്. അവിടെയാണ് എഴുന്നേൽക്കുമ്പോ തന്നെ നെഞ്ചിരുന്ന് ടക്ക 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 നടിക്കാൻ തുടങ്ങുന്നത്. അവിടെയാണ് നിങ്ങളുടെ സമർപ്പണമില്ലായ്മ. അവിടെയാണ് നിങ്ങളുടെ സമർപ്പണമില്ലായ്മ. രാവിലെ എഴുന്നേറ്റാൽ 1000 കാര്യങ്ങൾ ഉത്തരവാദിത്തോടുകൂടി നിങ്ങളുടെ പുറകെ ഓടിയെത്തുകയാണ്. എല്ലാ മനുഷ്യരുടെയും കുഴപ്പം അതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചിന്ത വരുവാണ്, ഇതെല്ലാം ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ എന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചാൽ ഞാൻ എന്റെ മക്കളോടും എന്റെ ഭാര്യയോടും എല്ലാവരോടും ഉള്ള എന്റെ കുടുംബാംഗങ്ങളോടും മറ്റുള്ളവരോടുമുള്ള കടമകളിൽ നിന്നും ഞാൻ പരാജയപ്പെടൂലേ? ഞാൻ ഒളിച്ചോടേണ്ടി വരില്ലേ? ഈ കടമകൾ ഞാൻ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ആരോ എന്നോട് 3-4 പ്രാവശ്യം ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളോട് പരാമർശിച്ചത്. കാരണം സാറ് പറയും പോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മക്കളുടെ കാര്യം ഭാര്യയുടെ കാര്യമൊക്കെ എങ്ങനെ നോക്കും? സാറിന് പറയാം. അങ്ങനെയല്ല, സാറിന് പറയാമെങ്കിൽ എല്ലാവർക്കും പറയാം. അതാണ് ഈ സാറിന്റെ പ്രത്യേകത. സാറെന്ന് തന്നെ വിളി നമുക്ക് നിർത്തണം കേട്ടോ. നിർത്താൻ പോവാ, ഞാൻ നിർത്തിക്കാൻ പോവാ. സാറും പേരും ഒക്കെ നമുക്ക് കളയണം. ഈ കടമകളില് ഞാൻ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ സമർപ്പിക്കാൻ പറ്റാതെ വരുമോ? എന്റെ മക്കളുടെ ഭാവി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തോടുള്ള സമർപ്പണം ഇല്ലാതെയായി പോവോ? എന്റെ ഭാര്യയെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സമർപ്പണം നഷ്ടപ്പെട്ടു പോവോ? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അവിടെയാണ് നിങ്ങൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ സൈലൻസ് ഒറ്റയ്ക്ക് പോയിരുന്ന് ചെയ്താൽ കിട്ടൂല. കൂട്ടായിട്ടിരുന്നാലും കിട്ടൂല. നിങ്ങൾക്ക് കിട്ടാൻ അതിന്റെ ഒരു മാധ്യമം ആവശ്യമാണ്. മാധ്യമം. അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലര് പറയും ഇതെന്നാ സാറേ അതൊന്നും കിട്ടണല്ലോ, പോയിരുന്ന് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ കൂട്ടായിട്ട് കുറെ പേര് ഇരുന്നാലും ഇത് കിട്ടൂല. ഇത് കിട്ടണമെങ്കിൽ ഇത് പകർന്ന് കിട്ടണം.
ഇത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പകർന്നു കിട്ടണം. എനിക്ക് പറ്റിയ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് ഞാൻ പകർന്നു. എന്നെ പറ്റിയ ഒരാളായി കണ്ടതുകൊണ്ട് എനിക്ക് പകർന്നു കിട്ടിയതാണ്. അങ്ങനെ പകർന്നു കിട്ടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനും കഴിയുള്ളൂ. ഇവിടെ ഈ കോച്ചാവാനൊക്കെ വന്നിരിക്കുന്നവരിങ്ങനെ ഇതെന്നെ ഈ പുള്ളി ചെയ്യുന്ന ട്രിക്ക് എന്നറിയാൻ വേണ്ടി വന്നിരിക്കുന്നവരുണ്ട്. അത് ആ സൂത്രം കിട്ടൂല. ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷെ ഫീൽ കിട്ടണം. ഇത് ക്ലാസ് അല്ലാന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് ഫീലാണ്. ഫീലിംഗ്. ഇത് കട്ടെടുക്കാൻ പറ്റൂല. നമ്മള് ഇത്തരം മനസ്സിലുള്ള പോരാട്ടങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് തന്നെ നമ്മള് നിശബ്ദത നമ്മൾ സൈലൻസ് ആവണം. സൈലൻസ്. അറേബ്യൻ മരുഭൂമികൾ തുടങ്ങി ഇന്ത്യയിലെ ഭാരതത്തിലെ വനാന്തരങ്ങൾ വരെയുള്ള നമ്മുടെ മുൻഗാമികളായ ഈ ആത്മജ്ഞാനം ലഭിച്ച ആളുകൾ ഇതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. ചിലരെല്ലാം കാട് കയറിയും മല കയറിയും പോയി അവര് സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ചിലർ മനുഷ്യരിൽ നിന്നും ഒളിഞ്ഞിരുന്നു. പക്ഷേ ഈ സമൂഹത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യം ഈ ജീവിതത്തോടൊപ്പം തന്നെ തന്റെ കടമകൾ നിർവഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിച്ച ആളുകളുടെ ചിലരുടെ ഉദാഹരണമാണ് സോജാമാമൊക്കെ പറഞ്ഞ് അവരുടെ പിതാവിന്റെ ഒക്കെ ഉദാഹരണം എന്ന് പറയുന്നത്. അവരാ കടമകൾ നല്ല പൂർത്തീകരിച്ച് ഞാൻ വില്ലോടുകൂടി സ്വന്തം ആത്മാവിനെ വിശ്വസിച്ച് ജീവിച്ച ആളുകളുടെ സീക്രട്ടാണ്. അങ്ങനെ ഒരുപാട് പേര് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പലരും ചിന്തിക്കുന്ന ഒന്നുമല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണ സമർപ്പണം, ഇല്ലെങ്കിൽ കുടുംബത്തെ നോക്കാം എന്നാണ്. രണ്ടും ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ടും ബാലൻസ് ചെയ്യുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ രണ്ടും ചെയ്യുന്നത് ഒന്നിനു വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ്. രണ്ടും രണ്ടല്ല. നിങ്ങളുടെ ഓരോ കടമകളും ഓരോ സമർപ്പണമാണ്. ആ സമർപ്പണം നിങ്ങൾ മറന്നു പോകുമ്പോഴാണ് നിങ്ങൾ രണ്ടായി കാണുന്നത്. ഇത് ഞാൻ ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുന്ന ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ചെയ്യണം. അവിടെയാണ് നിങ്ങളുടെ ടെൻഷന്റെ തുടക്കം. ഭയം. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിങ്ങളോട്. രാവിലെ എഴുന്നേറ്റാൽ ഈ വരുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ചെയ്യണമല്ലോ. നിങ്ങളുടെ ഈഗോ എഴുന്നേക്കാണ് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോ തന്നെ. ഈഗോ കൂടെ ഈഗോ എഴുന്നേക്കാണ്. ഈഗോ, പിശാച്, സാത്താൻ എഴുന്നേക്കാണ് കൂടെ. എന്നിട്ട് അവൻ പറഞ്ഞു തരുവാണ്, നീ തന്നെ ചെയ്യണ ഇതെല്ലാം. ഏതെല്ലാം? മക്കളെ വളർത്തേണ്ടത് നീയാണ്. നീ സമ്പത്ത് കൊടുക്കാതെ പോയാൽ നിന്റെ മക്കൾ എന്തായി പോവും? ദരിദ്രവാസികളായി പോകും. എന്തോരം സമ്പത്ത് കൊടുത്തിട്ട് പോയിട്ട് കാര്യമില്ല, എന്തോരം സമ്പത്ത് ഇല്ലാതെ പോയിട്ടും കാര്യമില്ല. അവൻ ദരിദ്രനായി വളർന്നോ അവൻ പണക്കാരനായി വളർന്നോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല, നീയാണ് എന്ന് പറഞ്ഞു തരുന്നത് നിന്റെ ഈഗോയാണ്. ഈഗോ. നിന്റെ കടം ഒരു ലക്ഷങ്ങളായിക്കോട്ടെ, കോടികളായിക്കോട്ടെ, ഇല്ലെങ്കിൽ ചെറിയ പൈസ ആയിക്കോട്ടെ, നീ ആ കടം വീട്ടാൻ നീ പരിശ്രമിക്കണം. പക്ഷെ വീഴണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല. ഇത് വേറെ ആളാണ്. ഈ അതിനെയും നിന്നെയും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോ അതിനാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറഞ്ഞത്, നീ നിന്നെ അറിഞ്ഞാൽ നീ ദൈവത്തെ അറിഞ്ഞു. മനസ്സിലാകണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ പരിപാലിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതേണ്ടത്, ഞാൻ ദിവ്യത്വത്തെ, ഡിവൈനിറ്റിയെ, ദൈവത്തിന്റെ ഒരു കണത്തെ പരിപാലിക്കുന്നു എന്നാണ്. അതൊരു പുണ്യപ്രവൃത്തിയാണ്. സമർപ്പണം. ദാറ്റ് സറണ്ടർ. അതാണ് സറണ്ടർ. ഞാൻ വളർത്തുന്നു എന്നല്ല, ദൈവത്തിനു വേണ്ടി ഞാൻ പരിപാലിക്കുന്നു.
ദൈവത്തിന് വേണ്ടി ഞാൻ പരിപാലിക്കുന്നു. സറണ്ടർ. അവിടെ സറണ്ടറിങ് ആയി. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, ഏത് ജോലി ആയിക്കൊള്ളട്ടെ, എത്ര ചെറിയ ജോലി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഏറ്റവും താഴെ തട്ടിലുള്ള ജോലി ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ കരുതണം, നിങ്ങൾ തുടപ്പുകാരനായിക്കൊള്ളട്ടെ, തുടയ്ക്കുമ്പോൾ കരുതണം, എല്ലാ എന്റെ എല്ലാ ഇതും ഞാൻ തുടച്ചു നീക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. വൃത്തിയാക്കുക എന്ന സുന്ദരമായ ദൈവീകമായ പ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടടിച്ചു വരുമ്പോൾ നിങ്ങൾ സമർപ്പണത്തിലാണ്. അതാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന. വീടടിച്ചു വരുന്നതാണ് പ്രാർത്ഥന, തലകുത്തി മറിയുന്നതല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. നമസ്കരിക്കണ്ട എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം, അതിലേട്ടാണ് ഈശ്വരൻ നോക്കുന്നത്. ദൈവത്തിന് നിങ്ങളുടെ ബോഡി ആവശ്യമില്ലവോ, നിങ്ങളെ ആവശ്യമില്ല, നിങ്ങളുടെ ഈഗോനെ ആവശ്യമില്ല, പിശാചിനെ ആവശ്യമില്ല. യഥാർത്ഥ നിങ്ങളെയാണ് ആവശ്യം. യഥാർത്ഥ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും, നിങ്ങൾ വീടടിച്ചു വരുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, മക്കളെ പരിപാലിക്കുമ്പോൾ, നിങ്ങൾ ജോലിക്ക് പോകാൻ കയറി, നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ, സ്കൂട്ടറിലോ ബൈക്കിലോ കാറിലോ കയറുമ്പോൾ, ആ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ സമർപ്പണമാണ്. സമർപ്പണം, അതാണ് സമർപ്പണം, സറണ്ടർ എന്ന് പറയുന്നത്. അവിടെയൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യണം. ഞാനല്ല ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത്. ഞാനാണ് ചെയ്യുന്നത് എന്ന നിങ്ങളുടെ ഭാവമാണ് നിങ്ങളെ കുഴി ചാടിക്കുന്നത്. നിങ്ങളെ കുഴി ചാടി. നിങ്ങൾ ഓരോ ആളുകളെ കാണുമ്പോഴും, ഓരോ മുഖങ്ങളെ കാണുമ്പോഴും, നിങ്ങൾ മാതാപിതാക്കളുടെയോ നിങ്ങൾ പങ്കാളിയെയോ നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ അവരോട് ഇടപഴകുമ്പോൾ, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടത്, ലോകത്ത് നിരവധി മുഖങ്ങളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു ദൈവീകമായ ഒരാളോടാണ് ഞാൻ ഇടപെടുന്നത്. എത്ര മോശക്കാരനായിക്കൊള്ളട്ടെ, എത്ര നല്ലവനായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സ്റ്റാൻഡ് കറക്റ്റായി. അവരെത്ര ചീത്തയായിക്കൊള്ളട്ടെ, എത്ര വൃത്തികെട്ടവനായിക്കൊള്ളട്ടെ, അവൻ വൃത്തികെട്ടവനാ, അത് ആയിക്കൊള്ളട്ടെ, തീർത്തും നിങ്ങളുടെ മുന്നിൽ നേരിട്ട് കാണാവുന്ന രീതിയിൽ വൃത്തികേട് ചെയ്യുന്ന ഒരാളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇടപെടുന്നത് എങ്ങനെയാണ്? അതും എനിക്ക് ഡിവൈനിറ്റി, എന്നെ കുറിച്ച് അറിയാൻ. എന്തിനാണ് ഒരു മോശം ആളെ എന്റെ ഒപ്പം തന്നത്? എന്തിനാണ് ഒരു മോശം ആളെ എന്റെ ഒപ്പം തന്നത്? ഈശ്വരനെ കുറിച്ച് അറിയാൻ. നല്ലൊരാളെ എന്തിനാണ് തന്നത്? അതും ഈശ്വരനെ കുറിച്ച്. അവിടെയാണ് നമ്മുടെ ചിന്ത മാറേണ്ടത്. പിശാച് നമ്മളെ വഴിതെറ്റിക്കും. പിശാച് ചോദിക്കും, ദേ നിനക്ക് മോശം വന്നാണ്ടില്ലേ, നീ എന്നിട്ടിപ്പോഴും നീ ഈശ്വരനിൽ സമർപ്പിക്കുകയാണോ, സൃഷ്ടാവിന് സമർപ്പിക്കുകയാണോ? അവിടെയാണ് സമർപ്പണം. അവിടെയാണ് സമർപ്പണം. ഭഗവത്ഗീതയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിന്റെ അവകാശം നീ ചെയ്യുന്ന പ്രവൃത്തിയോടല്ല, പ്രവൃത്തിയോടാണ്, അതിന്റെ ഫലങ്ങളോടല്ല. നിന്റെ അവകാശം നീ ചെയ്യുന്ന പ്രവൃത്തിയോട് മാത്രമാണ്. നീ ചെയ്യുന്നത് എന്താണോ അതിനോട് മാത്രമാണ് നിനക്ക് അവകാശമുള്ളത്, അതിന്റെ റിസൾട്ടിനല്ല. നിന്റെ എല്ലാ പ്രവൃത്തികളും എനിക്ക് സമർപ്പിക്കുക. ഭഗവത്ഗീത. നിന്റെ എല്ലാ പ്രവൃത്തികളും എനിക്ക് സമർപ്പിക്കുക. ഇസ്ലാം പറയുന്നു, ഈ ലോകത്തിലായിരിക്കുക, എന്നാൽ ലോകം നിങ്ങളിൽ ഉണ്ടാവരുത്. ഈ ലോകത്തിൽ നീ ജീവിക്കുക, പക്ഷേ ഈ ലോകം ഈ നശ്വരമായ, ഈ നിമിഷ നേരം കൊണ്ട് പോകുന്ന ലോകം നിന്നിൽ ഉണ്ടാകരുത്. നീ ഈ ലോകത്തിൽ ജീവിക്കുക, അത് മാത്രമാണ് നിന്റെ ഡ്യൂട്ടി. അതിന്റെ റിസൾട്ട് എടുക്കുക എന്നല്ല, രണ്ടും ഒന്നാണ്.
യേശു പറയുന്നുണ്ട്, ഇവരിൽ ഏറ്റവും ചെറിയ ഒരാൾക്ക് വേണ്ടി, ഏറ്റവും ചെറിയ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുക. ഇതെല്ലാം പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് സമർപ്പിക്കുക എന്നാണ്. കടമ സമർപ്പണം രണ്ടല്ല. നിങ്ങളുടെ കടമയും സമർപ്പണവും രണ്ടല്ല, ഒന്നാണ്. ഒന്നാണ്. അത് വേറിട്ടതല്ല. അത് വേറിട്ടതല്ല. സ്നേഹത്തോടെയും സമർപ്പണത്തോടെയും ചെയ്യുമ്പോൾ അതെല്ലാം സമർപ്പണത്തിന്റെ ഒരു ഒറ്റ രൂപമായി മാറുകയാണ്. ഒറ്റ രൂപം. നിങ്ങളുടെ സമർപ്പണത്തെ തടയുന്നത് നിങ്ങളുടെ കുടുംബ ഉത്തരവാദിത്വം ഒന്നും അല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സാധനമാണ്. പ്യൂരിഫിക്കേഷൻ നടന്നിട്ടില്ല. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ നടത്തുന്നത്. അതിനാണ് ഇവിടുന്ന് നിങ്ങൾ പാകമായി വന്നാൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെ? പാകമാവണം. പാകമാകണം. എന്താണ് നിങ്ങളുടെ ഈ സമർപ്പണത്തിന് തടസ്സം? നിങ്ങൾ വിചാരിക്കുക എന്റെ മക്കളാണ്, എന്റെ കുടുംബമാണ്, എന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ കടങ്ങളാണ്, എന്റെ ജോലിയാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അതൊന്നും അല്ല കേട്ടോ. അതൊന്നും അല്ല. അതൊന്നും അല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സൂക്ഷ്മ ശക്തികൾ, ബാഹ്യശക്തികൾ, സാത്താൻ, ഇബ്ലീസ്, പിശാച്, ഭൂതങ്ങൾ, നിങ്ങളുടെ എൻവയോൺമെന്റുകൾ, നിങ്ങൾ വളർന്ന സാഹചര്യം എല്ലാം നിങ്ങളിൽ ചില അസുഖങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില അസുഖങ്ങളെ. ഒന്നാമത്തെ അസുഖമാണ് എനിക്കെന്ത് ലഭിക്കും? ആസക്തി. ആസക്തി. എനിക്കെന്ത് ലഭിക്കും? ഞാനിത് ചെയ്താൽ എന്റെ മക്കളെ എന്നെ സ്നേഹിക്കും. ആസക്തി. ഞാൻ മക്കൾക്ക് കുറെ പൈസ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ എന്നെ സ്നേഹിക്കുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഇന്റേണൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ശപിക്കും. എന്റെ അച്ഛൻ എനിക്കൊന്നും ഉണ്ടാക്കിയിട്ട് പോയില്ല. ഈ ആസക്തിയുള്ള മക്കളായിട്ട് വളർത്തിയ മക്കളെ ശപിക്കും. മനസ്സിലായോ? നിങ്ങൾക്കുള്ള ആസക്തി ഉള്ള മക്കളായിട്ട് നിങ്ങൾ മക്കളെ വളർത്തി കഴിഞ്ഞാൽ മക്കളെ ശപിക്കും. ഇല്ലെങ്കിൽ മക്കളെ ശപിക്കും. നിങ്ങളുടെ റിസൾട്ടിനോടുള്ള ആസക്തി അതൊരു വലിയ രോഗമാണ്. വലിയ രോഗം. നിങ്ങളെ സമർപ്പണത്തിൽ നിന്നും തടയുന്ന ഒരു രോഗമാണ്. രണ്ടാമത്തെ രോഗമാണ് പരാജയ ഭീതി. എനിക്കെല്ലാം നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ വെറും അടിമയായി മാറുന്നു. ഒരു സാത്താൻ കുഞ്ഞായി മാറുന്നു. ഒരു പിശാചിന്റെ കുട്ടിയായി മാറുന്നു. എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പേടി. അപ്പൊ ആ നഷ്ടപ്പാടിന്റെ പേടി വരുമ്പോ എന്ത് പറയും? ചെറുത് നഷ്ടപ്പെട്ടാലും പേടി. 10 രൂപ പോയാലും പേടിക്കും. എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാലും പേടിക്കും. എന്തെങ്കിലും അപകടം ഉണ്ടായിട്ട് കൃഷി നശിച്ചാലും പേടിക്കും. ബിസിനസ്സിൽ എന്തെങ്കിലും തകർച്ച പറ്റിയാലും പേടിക്കും. മൊത്തം പേടി. മൊത്തം പേടി. അടുത്തത് അതിലും വലുതാ. അടുത്ത സാധനേ ഇതിലും വലുതാ. അതാണ് അഹങ്കാരം. പ്രവൃത്തിയിലെ അഹങ്കാരം. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇത് ചെയ്തു. ഞാൻ അത് വാങ്ങി, ഇത് വാങ്ങി. ഞാൻ അവനത് വാങ്ങിക്കൊടുത്തു. എന്റെ മോക്ക് ഞാൻ അത് വാങ്ങി. ഇത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ എന്തായി പ്രശ്നം? ഇതെല്ലാം നിങ്ങളുടെ ഈഗോയെയാണ് തൃപ്തിപ്പെടുത്തുന്നത്. ഈഗോയെ, നിങ്ങളിലുള്ള പിശാചിനെ, ഇബ്ലീസിനെ, സാത്താനെ. അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെയാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്നത്. നെഗറ്റീവ് എനർജിയെയാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. ഇതാണ് സയൻസ്. ഇതാണ് സയൻസ്. ഞാൻ എന്ത് ചെയ്തു? അഹങ്കാരം. ഞാൻ അത് ചെയ്തു. ഞാൻ ഇതൊക്കെ പഠിച്ചു. ഇതൊക്കെ എനിക്കറിയാം. ഞാൻ പലയിടത്തും ഈ അറിവ് നേടിയിട്ടുണ്ട്. വെറുതെയാ. വെറുതെയാ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇവിടെ വന്നിരുന്ന് കേട്ടിട്ട് പോയി ഇത് എവിടെയെങ്കിലും പോയി പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന സാധനമല്ല. ഞാൻ പറയണ വാക്കുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് പകർന്ന് കിട്ടാതെ കിട്ടൂല.
അത് പകർന്നു കിട്ടണം. അത് പകർന്നു കിട്ടണമെങ്കിൽ വർഷങ്ങള് വർഷങ്ങൾ വർഷങ്ങളോളം അലയണം അതിനു വേണ്ടിയിട്ട്. ഈ അലച്ചിലില്ലാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുക. അപ്പൊ അതിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. വാല്യൂ മനസ്സിലാക്കി എനിക്ക് പൈസ എന്നല്ല, വാല്യൂ മനസ്സിലാക്കിയിരിക്കണം. ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന സാധനം ആണ് ഈ അതും ഓൺലൈനിലൂടെ. എല്ലാവർക്കും കഴിയൂല ഇത് ഓൺലൈനിലൂടെ കൊടുക്കും. കഴിയുന്നവരുണ്ടാവും, വളരെ അപൂർവം. ഓൺലൈനിലൂടെ ഒരു സൂം പ്ലാറ്റ്ഫോം വഴിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് തന്നെങ്കിൽ ഇത്ര ഇത്ര ഞാനതിപ്പോ പറയുന്നില്ല. ഓക്കെ, പിന്നൊരു അവസരത്തിൽ പറയാം. അപ്പൊ ഇതല്ലേ നമ്മുടെ അഹങ്കാരം. ഈ അഹങ്കാരം കഴിഞ്ഞ് അടുത്തൊരെണ്ണോടുണ്ട്. അടുത്തത് ഏറ്റവും കുഴപ്പം പിടിച്ചത്, ഏറ്റവും അവസാനത്തത് നിരാശ. നിരാശ. എന്നെ ആരും സഹായിക്കാനില്ല, എനിക്കൊരു മാർഗമില്ല, എനിക്ക് വാതിലില്ല, എനിക്കൊരു കൈ സഹായമില്ല. നിങ്ങൾക്ക് ഒരു കൈ സഹായത്തിനാണ് ഞാനുള്ളത്. നിങ്ങൾക്കൊരു കൈ സഹായത്തിനാണ് ഞാനുള്ളത്. ഇപ്പോഴും വിശ്വസിക്കുക, കൂടെ ഉണ്ട്. ആര്? ഞാനോ? ഞാനുണ്ട് കൂടെ, പക്ഷെ ഞാനല്ല നിങ്ങളുടെ കൂടെ. മനസ്സിലാകണ്ടോ? ആ, ഈശ്വരനുണ്ട്, ദൈവമുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട്. അതെങ്ങനെയാന്നൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഞാൻ ദൈവമാന്നല്ല കേട്ടോ പറഞ്ഞു തന്നത്. ആ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും. ആ, ഒരു വഴികാട്ടിയായി, ഒരു വെളിച്ചമായി, ഒരു വെളിച്ചമായി ഞാനുണ്ട് കൂടെ. കാരണം ആ ദൈവം തന്നെ എന്നെ സൃഷ്ടിച്ച. യെസ്. ഹൃദയത്തിൽ തുളച്ചു കയറുകയും നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആസക്തി, ആസക്തി, അഹങ്കാരം, ഭയം, നിരാശ. അതിനെ ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. അതിനെ ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ എല്ലാ കടമയും എത്ര വലിയ കടായിക്കൊള്ളട്ടെ, ഞാൻ ഗ്യാരണ്ടി, കോടികൾ ഉണ്ടായിക്കോട്ടെ, കോടിക്കണക്കിന് രൂപയുടെ കടം വിട്ടുകൾ, എന്നിട്ട് അത് തീർക്കും, ഞാൻ തീർക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി എന്റെ കൂടെ ആരുണ്ട്? ഉം. എണ്ണിയാൽ തീരാത്ത കോടികൾ കൊടുക്കുന്ന ആൾ എന്റെ കൂടെ ഉണ്ട്. അവിടെയാണ് സമർപ്പണം. അവിടെയാണ് സമർപ്പണം. അതെല്ലാം അഹങ്കാരം. ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ അവിടെ പഠിച്ചാണ്, ഇവിടെ പഠിച്ചാണ്, അത് പഠിച്ചാണ്, ഇത് പഠിച്ചാണ്. ഉം. ഞാൻ അതിന്റെ മാസ്റ്ററാണ്. ഒരു മാസ്റ്ററും ഇവിടെ ഇല്ല, എന്റെ മുമ്പിലില്ല കേട്ടോ. ഒരു മാസ്റ്റർ. അങ്ങനെ ഏതെങ്കിലും മാസ്റ്റർമാരുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. ഒരു മാസ്റ്ററും ഇല്ല ഇവിടെ ഇരിക്കുമ്പോ. എന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ ഒരു മാസ്റ്ററും ഇല്ല. അങ്ങനെ ഒരു മാസ്റ്ററായിട്ട് ഇവിടെ വന്നിരുന്ന അവൻ വെറുതെ വന്നിരിക്കുന്ന, ഒന്നും ഇവിടെ നിന്ന് കിട്ടാൻ പറ്റൂല, ഒന്നും കിട്ടൂല. ഇനി ആരെങ്കിലും വേറെ സ്ഥലത്തുനിന്ന് വന്നിട്ട് ഇതിനകത്ത് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ അതുപോലെയാണല്ലോ മറ്റോടത്തുനിന്ന് വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്കാം. കാരണം രണ്ട് വഞ്ചിയിലാണ് നീ കാല് വെച്ചേക്കണം, ഇങ്ങനെ അകന്ന് കീറിപ്പോവും. അതാ നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. ആത്മാർത്ഥമായി ഇതിനെല്ലാം വിട്ടുകൊണ്ട്, ഇതിനെല്ലാം വിട്ടിട്ട് എനിക്ക് എന്റെ ജീവിതം മാറ്റണം എന്ന് വിചാരിച്ച ആരിലും വന്നിരിക്കേണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അവന് കിട്ടും. അവന് മാത്രമാണ് ഞാൻ കൊടുക്കുന്ന പഴം കിട്ടുള്ളൂ. ആ പഴമാണ് ജ്ഞാനപ്പഴം. ഇത് കിട്ടിയ എല്ലാം കിട്ടി. വേറൊരു പഴം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിലോട്ട് വന്നപ്പോ തന്നെ ഒരു പഴം കഴിച്ചുകൊണ്ടാ വന്നത്. ആ പഴത്തിനെ ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു പഴത്തിന്റെ ആവശ്യമുണ്ട്. മനസ്സിലായോ? അതും ഈശ്വരൻ കൂടെ തന്നിട്ടുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ മറന്നു കിടക്കുന്നുണ്ട്.
ഒരിക്കലും നിങ്ങൾ ഈ ജീവിതത്തിൽ നിന്നും ഓടിപ്പോകുന്നില്ല. ഈ ജീവിതം തന്നെ ഒരു സമർപ്പണമാക്കി മാറ്റുകയാണ്. പാചകം ചെയ്യുമ്പോൾ, ഭക്ഷണം വായിലെത്തുമ്പോൾ, നിങ്ങൾ ഓരോ കടമകളിലും സമ്പാദിക്കുമ്പോൾ എല്ലാം നിങ്ങൾ നിശബ്ദമായി പറയുന്നു, ഇത് നിങ്ങളുടേതാണ്, എന്റേതല്ല. ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ നിങ്ങളുടെ ഹൃദയം മന്ത്രിക്കണം, നീ എന്നെ പരീക്ഷിക്കുന്നവനാണ്, ഞാനത് അംഗീകരിക്കുന്നു. ഐ ആം അക്സെപ്റ്റ് ദാറ്റ്. ഞാനത് അംഗീകരിക്കുന്നു. ഡെയിലി നിങ്ങളുടെ ജീവിതത്തിൽ അന്നന്ന് നടക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, ബെഡിൽ നിന്ന് കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കണ്ണ് തുറന്നു വരൂലേ? തുറന്നു വരുമ്പോ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്റെ എല്ലാ കടമകളും ഞാൻ ഈശ്വരന്റെ കാൽക്കൽ വയ്ക്കുകയാണ്, സൃഷ്ടാവിന്റെ കാൽക്കൽ വയ്ക്കുകയാണ്. ഇതെല്ലാം നിങ്ങളുടേതാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ നിങ്ങളുടെ ഒരു ടൂൾ മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ്. തീർന്നു നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പണി കഴിഞ്ഞു. അത് അത്രേ ഉള്ളൂ നിങ്ങളുടെ ജോലി. പിന്നെ ഒന്നും നിങ്ങളുടെ ജോലി. പിന്നെ നിങ്ങൾ എൻജോയ് ചെയ്യുകയാണ്. നിങ്ങളുടെ ജോലിയും, നിങ്ങളുടെ ജീവിതവും, നിങ്ങളുടെ കുടുംബവും, നിങ്ങളുടെ മക്കളും, നിങ്ങളുടെ സന്തോഷവും, നിങ്ങളുടെ സങ്കടവും, നിങ്ങളുടെ സന്താപവും, നിങ്ങളുടെ സങ്കടങ്ങളും, നിങ്ങളുടെ വിഷമങ്ങളും, നിങ്ങളുടെ ഹൃദയവേദനയും എല്ലാം എൻജോയ്. പ്രപഞ്ചത്തിലെ ഏറ്റവും കരുത്തിന് നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. സറണ്ടർ. പകൽ സമയത്ത് നിങ്ങൾ ഓരോന്നും അനുഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വിഷമം വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ എന്റെ ഈശ്വരനെ, എന്റെ സൃഷ്ടാവിനെ ഞാൻ സേവിക്കുകയാണ് ഈ വിഷമത്തിലൂടെ, ഈ സങ്കടത്തിലൂടെ, എന്നിലുണ്ടാക്കിയ വിഷമത്തിലൂടെ. അത് സന്തോഷമായി മാറും. ഇറ്റ് വിൽ ചേഞ്ച് വിത്തിൻ സെക്കൻഡ്സ്. അവിടെയാണ് ഭൂമിയുള്ള എന്തിനേയും നേരിടാൻ മനുഷ്യൻ ശക്തനാകുന്നത്. അന്തിമ സത്യമാണത്. ദിസ് ഈസ് ദ ഓൺലി സ്റ്റോപ്പ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റോപ്പ്. നിങ്ങൾ അലഞ്ഞതിനെല്ലാം, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇത്രയും നാളും അലഞ്ഞതിനുള്ള സമ്മാനമാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സമ്മാനം. എന്റെ ശബ്ദം എവിടെ നിന്നെങ്കിലും കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഇത്രയും കാലം അലഞ്ഞതിനുള്ള സമ്മാനം. നിങ്ങളുടെ ഒരു ദിവസം അവസാനിപ്പിക്കുമ്പോൾ വൈകുന്നേരം നിങ്ങൾ ചെയ്ത നന്മയാവട്ടെ തിന്മയാവട്ടെ എന്തുമാകട്ടെ എല്ലാ പ്രവൃത്തികളുടെയും ഫലങ്ങൾ സമർപ്പിക്കുക. എന്തു വന്നു എന്തു പോയി എന്നത് എനിക്ക് പ്രശ്നമല്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ ഇഷ്ടം ഞാൻ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. എന്നിട്ട് എൻജോയ് ചെയ്യുക. അവിടെയാണ് എൻജോയ്മെന്റ്. അവിടെയാണ് നിങ്ങളുടെ സന്തോഷം. സമർപ്പണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കടമകൾ ശുദ്ധീകരിക്കുക എന്നാണ് അർത്ഥം. അല്ലാതെ കടമകൾ ഞാൻ പേടിക്കുക എന്നല്ല. കടമകൾ ശുദ്ധീകരിച്ചുകൊണ്ട് ഹൃദയം സ്വാർത്ഥത, ഭയം, അഹങ്കാരം, നിരാശ എന്നിവയിൽ നിന്നും ശുദ്ധീകരിക്കുക, എന്നിവയിൽ നിന്നും മുക്തമാക്കുക. അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ല രക്ഷിതാവായി മാറും. നിങ്ങൾ ഏറ്റവും നല്ല മകനോ മകളോ ആയി മാറും. ഏറ്റവും നല്ല ഇണയായി മാറും. കാരണം നിങ്ങളുടെ സ്നേഹം ശുദ്ധമായിരിക്കും. നിങ്ങളുടെ പ്രവൃത്തി പവിത്രമായിരിക്കും. നിങ്ങളുടെ ജീവിതം തന്നെ ഒരാരാധനാലയമായിരിക്കും. നിങ്ങളുടെ പള്ളിയും അമ്പലവും നിങ്ങളുടെ മോസ്ക് എല്ലാം നിങ്ങളിലേക്ക് വരും. എല്ലാം നിങ്ങളുടെ ഉള്ളിലായിരിക്കും. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് സമാധാനം ഫീൽ ചെയ്യും. നിങ്ങളുടെ അടുത്ത് വരുന്നവർക്ക് എന്തോ ഒരു അത്ഭുതകരമായ ഒരു സമാധാനം ഫീൽ ചെയ്യും. 100%. ഈ ലോകത്തിലൂടെ നിങ്ങൾ പ്രകാശിക്കുന്ന ആ ഡിവൈനിറ്റിയെ കാണണം. നിങ്ങളുടെ ഓരോ ദൈനംദിന കൃത്യങ്ങളും എല്ലാം നിങ്ങളുടെ വഴിപാടായി മാറും. എല്ലാം ദൈനംദിന ജോലികളായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന. അതൊരു യാഗമാണ്. യാഗം എല്ലാം സമർപ്പിക്കുന്ന യാഗം, എല്ലാം തീയിലിട്ടിട്ട് എരിച്ചു കളയുന്ന യാഗം, എല്ലാം ആ യാഗം. നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അല്ലെ? യാഗമൊക്കെ കണ്ടിട്ട് എന്താണെന്ന്. എല്ലാം ഒരു പ്രതീകമാണ്. എല്ലാത്തിനെയും തീയിലേറ്റിട്ട് കരിച്ചു കളയുന്ന എല്ലാത്തിനെയും കരിച്ച് അവസാനം ആ പ്രകാശം മാത്രമായി മാറുന്ന ടെക്നിക്, സൂത്രമാണത്.
ആ സൂത്രം ഒരു പ്രതീകത്തിലൂടെ അവതരിപ്പിച്ചാണ്. കണ്ടു പഠിക്കണം. അല്ലാതെ അത് അത് ചെയ്തു നോക്കുവല്ല. അതിലൊരു സൂത്രമുണ്ട്. അതിൽ ടെക്നിക്ക് ഉണ്ട്. അങ്ങനെ പല ടെക്നിക്കുകളുണ്ട്. പല തലങ്ങളുണ്ട്. നിങ്ങള് നിങ്ങളുടെ എല്ലാം നിങ്ങൾ ആ തീയിലിട്ടിട്ട് എരിച്ചു കളയുക. പിന്നെ ഒന്നുമില്ല. പിന്നെ നിങ്ങളെ പ്രകാശം മാത്രമാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. കുടുംബത്തെ പരിപാലിക്കുകയാണെങ്കിലും, വിശ്രമിക്കുകയാണെങ്കിലും, ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, കളിക്കാൻ പോവുകയാണെങ്കിലും, നിങ്ങൾ എന്റർടൈൻ ചെയ്യുകയാണെങ്കിലും, എന്ത് ചെയ്യുകയാണെങ്കിലും ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് കഠിനമായ ഉപവാസങ്ങളില്ല. രാത്രി മുഴുവൻ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല. മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടതില്ല. ശയന പ്രദക്ഷിണം ചെയ്യേണ്ടതില്ല. വെരി സിമ്പിൾ. വെരി സിമ്പിൾ. കിടക്കുന്ന എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയുക, ഈ ദിവസം നിങ്ങളുടേത്. ഞാൻ ഒരു ടൂൾ മാത്രമാണ്. ഞാൻ പറയുന്ന ഓരോ വാക്കും, എടുക്കുന്ന ഓരോ ചൂടും, ഓരോ പ്രവൃത്തിയും സൃഷ്ടാവിനുള്ള വഴിപാടായി മാറട്ടെ. ഞാൻ നിങ്ങളുടെ ടൂൾ മാത്രമാണ്. നിങ്ങൾ പ്രതികരിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ വിഷമിക്കുന്നതിന് മുമ്പ് ഒരു ശ്വാസം എടുക്കുക. ഒരു ശ്വാസം. എന്നിട്ട് ശ്വാസം പുറത്തേട്ട് വിടുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ നിരാശ, നിങ്ങളുടെ ഭയം എല്ലാം ആ സൃഷ്ടാവിലേക്ക് വിടുവാണെന്ന് ഫീൽ ചെയ്യുക. നിങ്ങൾ ഏതൊരു ജോലിയും ആരംഭിക്കുമ്പോൾ, ഏതൊരു ജോലിയും നിങ്ങൾ തുടങ്ങുമ്പോൾ, നിങ്ങൾ എന്ത് ജോലിയാവട്ടെ, ഫോൺ കോൾ ചെയ്യുക. ആർക്കാ കോൾ ചെയ്യണ്ടേ? സാറിനോ? ശല്യപ്പെടുത്തരുത്. ഒരു ഫോൺ കോൾ ചെയ്യുക. യെസ്, ഗോഡ്, ഈശ്വരന് ഇത് നിങ്ങൾക്കുള്ളതാണ്. ഒരു കോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഫോണിന്റെ ഒന്നും ആവശ്യമില്ല. യുവർ സോൾ, നിങ്ങളുടെ ആത്മാവ് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും ഒക്കെ പറഞ്ഞത് നിങ്ങളുടെ തൊട്ടടുത്ത് ഈശ്വരനുണ്ട്. നിങ്ങൾ തന്നെ ഈശ്വരനെ കാണാമെന്ന് ഭഗവത്ഗീത പറഞ്ഞു. നിങ്ങളുടെ കണ്ടനാളിക്കടുത്ത് തൊട്ട് ചേർന്ന്, ഇതാണ് ഏറ്റവും മെയിൻ വെയിൻ. ആ വെയിന്റെ ചേർന്ന് ഞാനുണ്ടെന്ന് അള്ളാഹ് പറഞ്ഞു അല്ലെ. നീ നിന്നിൽ തന്നെ നിന്നെ കാണുക എന്ന് ബൈബിൾ പറഞ്ഞു. എല്ലാം ഒരേ വാചകമാണ്. ഒരേ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫോണിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞാൽ മതി. ദൈവം അത് സ്വീകരിക്കുന്ന പോലെ, സൃഷ്ടാവ് സ്വീകരിക്കുന്ന പോലെ നിങ്ങൾ ജോലി ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ഭയങ്കര ചേഞ്ച് ആവും. നിങ്ങളുടെ ഹൃദയത്തിന് ഭാരമോ, നഷ്ടമോ, വിഷമമോ, സങ്കടമോ ഒക്കെ ഓർമ്മ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നെഞ്ചി തട്ടിയിട്ട് പറയുക. സ്വജാവൻ പറഞ്ഞില്ലേ, നെഞ്ചി തട്ടിയിട്ട് ഞാൻ പറഞ്ഞു അതൊക്കെ നടക്കും എന്ന് പറഞ്ഞത്. അതാ, ഇത് ഇത് എന്റെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. ആ ഡിവൈനിറ്റി, ആ സൃഷ്ടാവ് നിങ്ങളിലൂടെ ചെയ്യുന്ന ജോലി നിങ്ങൾ സങ്കല്പിക്കുക. അല്ലെ, ഭൂമിയിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഇത് മാത്രമേ പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നരകത്തിൽ ജീവിച്ചു മരിക്കും. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ജീവിച്ചു മരിക്കും. എവിടെ ജീവിച്ചു മരിക്കണം എന്നത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു കിടന്നു ഉറങ്ങും. എല്ലാ ഭാരവും, നിങ്ങളുടെ ജീവിത ചുമതല, എല്ലാ ഭാരവും, വിജയവും പരാജയവും, സന്തോഷവും സങ്കടവും ദുഃഖവും എല്ലാം ആ തീയിലേട്ട്, ആ പ്രകാശത്തിലേട്ട് അർപ്പിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അതെല്ലാം അർപ്പിച്ചു കഴിയുമ്പോൾ ആ പ്രകാശം നിങ്ങളെ സ്നേഹത്തോടെ ആഗിരണം ചെയ്യുന്നതായിട്ട്, നിങ്ങളെ ആലിംഗനം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. ഒരു ലളിതമായ ഒരു മന്ത്രം എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ ഇഷ്ടം നിറവേറും. സിമ്പിൾ. നിന്റെ ഇഷ്ടം നിറവേറും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടേത് മാത്രമാണ്. എന്റെ മനസ്സിലുള്ള എപ്പോഴുള്ള തോട്ട് അതാണ്. ഞാൻ ആരാണ്? ഞാനല്ല.
ഞാനല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന വാക്കുകൾ പോലും ഞാൻ ഇത് മാത്രമാണ്. ഒരുപാട് ചിന്തിക്കാനും, ഒരുപാട് മാറ്റി സ്ഥാപിക്കാനും, ഒരുപാട് റീവയർ ചെയ്യാനും, ഒരുപാട് ലോ ഓഫ് അട്രാക്ഷനും അതും ഇതും പഠിച്ചൊന്നും നിങ്ങളുടെ മനസ്സ് മാറ്റാനും NLPയും EFTയും ചെയ്തൊന്നും മാറ്റാനൊന്നും നിക്കണ്ട. നിക്കണ്ട. രാവിലെ ഒരു 10 മിനിറ്റ് നമ്മുടെ കൂടെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ വിശ്വാസം മനസ്സിൽ ഉറപ്പിക്കുക. കുറച്ച് നാളങ്ങട് മുന്നോട്ട് പോവുക. പിന്നെ ഒന്നിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. ഒരു സപ്പോർട്ട് ലക്ഷങ്ങളൊന്നും മുടക്കണ്ട. ലക്ഷങ്ങളൊന്നും മുടക്കി പഠിക്കണ്ട. പതിനായിരങ്ങളും ലക്ഷങ്ങളും. ഇതിന്റെ സീക്രട്ട് എന്താണെന്നറിയോ? ഇതിന്റെ സീക്രട്ട് വാക്കുകളല്ല. ഞാൻ നിന്റേതാണ്, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അതൊക്കെ നമ്മൾ എല്ലാവരും പറയാറുള്ളതാ. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. ഇൻഷാ അള്ളാ തവക്കൽതു അലല്ലാ അൽഹംദുലില്ലാ നിമിഷത്തിന് നിമിഷം പറഞ്ഞു. ഇതിന്റെയൊക്കെ അർത്ഥം നിങ്ങൾക്കറിയാവോ? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് ഗോഡ്, ഏഹ് എല്ലാം സമർപ്പിക്കുന്നു എന്നൊക്കെയാണ്. ആ വാക്കില്ല. അല്ല അതാണ് ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഷാ അള്ളാ പറയുമ്പോഴും ഈ അൽഹംദുലില്ലാ പറയുമ്പോ ഒക്കെ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. ആ വാക്കല്ല. അവിടെയാണ് സീക്രട്ട്. സീക്രട്ട്. അവിടെയാണ് ഒരു സൂത്രം. ഒരുപാട് സൂത്രങ്ങളില് ചില സൂത്രങ്ങളാണ്. ആ സൂത്രം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ മരണം വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അതടിച്ചുകൊണ്ടിരിക്കും. ഇതടിച്ചുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ വാക്കുകളല്ല ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ഉദ്ദേശമാണ്. ഉദ്ദേശം. നമ്മുടെ ഹൃദയത്തിന്റെ ഉദ്ദേശം. നമ്മുടെ സമർപ്പണം. നമ്മുടെ സമർപ്പണം. നിങ്ങൾ ഓരോ തവണയും ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിനെ സമർപ്പണത്തിനായി വീണ്ടും നിങ്ങൾ ദൈവത്തോട് കണക്ട് ചെയ്യുകയാണ്. സമർപ്പണം. ഒരു ശ്വാസം പോലും. ശ്വാസം പോലും. ഒരു ശ്വാസമല്ലേ? അതാണ് ഏറ്റവും പുണ്യമായ സംഭവം. ഒരു ശ്വാസം നിങ്ങൾക്ക് 10 മിനിറ്റ് വെന്റിലേറ്ററിൽ കിട്ടണമെങ്കിൽ എന്ത് എന്ത് ആവും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് ഏറ്റവും പുണ്യം ഉള്ള സാധനമാണ് ശ്വാസം. ആ ശ്വാസം പോലും ഒരു ആരാധനയായി മാറും. ഒരു സമർപ്പണമായി മാറും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ആം, ദർഗകളില് അല്ലെങ്കിൽ ചില പ്രത്യേക സ്ഥലങ്ങളില് ഒക്കെ ചില അമ്പലങ്ങളില് പള്ളികളില് ഒക്കെ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു സമാധാനം കിട്ടും. പോയിരുന്ന് കഴിഞ്ഞാൽ ചില വിശുദ്ധന്മാരൊക്കെ ഇരുന്ന സ്ഥലം. എന്തുകൊണ്ടാണ് അവിടെ പോയിരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നത്? സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടാ? പണ്ട് ഒരു വനത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ഒരു നെയ്ത്തുകാരൻ താമസിച്ചിരുന്നു. നെയ്ത്തുകാരൻ. നല്ല പ്രഭാതം മുതൽ പ്രദോഷം വരെ തന്റെ പണി മാത്രം ശ്രദ്ധിച്ച് തന്റെ തറിയില് ഇരുന്ന് ഇങ്ങനെ നെയ്ത് നൂല് നെയ്തെടുത്ത് വളരെ കൃത്യമായി നല്ല സൗന്ദര്യമുള്ള തുണികൾ, നല്ല ഡിസൈനിലുള്ള തുണികൾ മെനഞ്ഞിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രഭുക്കന്മാരും ഒരുപാട് രാജാക്കന്മാരൊക്കെ ആളെ വിടുമായിരുന്നു ആ തുണികൾ വാങ്ങാൻ വേണ്ടി. ആ അദ്ദേഹത്തിന്റെ അതിന് വലിയ പ്രത്യേകത ഉണ്ടായിട്ടല്ല. പക്ഷെ എന്തോ ഒരു സംഭവം ആ തുണിയിലുണ്ടായി. അത് വാങ്ങും. കാരണം അദ്ദേഹം അത് നെയ്തിരുന്നത് ഓരോ നൂൽ നോക്കുമ്പോഴും ഓരോ പാറ്റേണും ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും ഓരോന്ന് ചെയ്യുമ്പോഴും അദ്ദേഹം മനസ്സിൽ കരുതിയിരുന്നത് ഇതെന്റെ വഴിപാടാണ്. ഞാന് ഒരു വഴിപാടായിട്ടാണ് ചെയ്യണത്. എന്റെ സമർപ്പണമാണ് സമർപ്പണം. ഓക്കെ, എല്ലാരും മെസ്സേജ് ഇട്ട് ഗ്രൂപ്പിൽ 5 മിനിറ്റും കൊണ്ട് നമ്മൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാരും കേറാൻ പറയാം. അപ്പൊ ആ ഗ്രാമത്തിൽ താമസിച്ച നെയ്ത്തുകാരൻ തന്റെ ഓരോ ഇഴകൾ നെയ്യുമ്പോഴും അദ്ദേഹം ചിന്തിക്കും ഓരോ ഇഴകളിലും ഇത് ദൈവത്തിലൂടെ കർമ്മം ഞാൻ സമർപ്പിക്കുകയാണ് പൂർണ്ണമായിട്ട്. ഇത് ഞാനല്ല ചെയ്യുന്നത്, ദൈവമാണ് ചെയ്യുന്നത്. ഒരു ദിവസം വലിയ കെട്ടൊക്കെ കെട്ടി വലിയ കാഷായ വസ്ത്രമൊക്കെ ധരിച്ച ഒരു സന്യാസി വന്നു ആ ഗ്രാമം സന്ദർശിച്ചു. അദ്ദേഹം എല്ലാവരെയും കണ്ട ഇടയ്ക്ക് ഈ ഇദ്ദേഹത്തിന്റെ ജോലി നിരീക്ഷിച്ചു.
രാവിലെ മുതൽ ഇദ്ദേഹം ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്യാണ്. ഭയങ്കര ആസ്വദിച്ച് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് വൈകുന്നേരം വരെ. അപ്പൊ ആ സന്യാസി ചോദിച്ചു, നീ ഇങ്ങനെ പണിയെടുക്കാതെ എന്തിനാണ് നീ ഇങ്ങനെ പണിയെടുത്ത് ജീവിതം പാഴാക്കുന്നത്? നീ ലൗകികമായ ജോലികൾ കുറച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാത്തത് എന്തുകൊണ്ട്? നീ കുറച്ചു സമയം ദൈവത്തിന് വേണ്ടി മാറ്റി വെക്ക്. പുഞ്ചിരിച്ചുകൊണ്ട് ആ നെയ്ത്തുകാരൻ അപ്പോഴും ഇങ്ങനെ നെയ്തുകൊണ്ട് തറിയിൽ കൈകൾ ചലിച്ചുകൊണ്ട് അതെങ്ങനെ ചലിച്ചുകൊണ്ട് പറഞ്ഞു, ഏ പരിശുദ്ധാത്മാവേ, നീ കാണുന്നില്ലേ? നീ കാണുന്നില്ലേ? നിനക്ക് അതിനുള്ള കഴിവില്ലേ? എന്നിൽ ഞാൻ ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല. ഞാൻ ശൂന്യനാണ്. ഞാൻ ശൂന്യൻ. എന്റെ ഈ ഓരോ പ്രവൃത്തിയും ഞാൻ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നെയ്യുന്ന ഓരോ നൂലിലും ഞാൻ ദൈവത്തെ കാണുകയാണ്. അത് കാണാനുള്ള കണ്ണില്ലേ നിനക്ക്? സന്യാസിക്ക് അത്ഭുതം തോന്നി. എനിക്കറിയാൻ പാടില്ലാത്ത ടെക്നിക്ക് ഒരു നെയ്ത്തുകാരനറിയാം. സന്യാസി ആ നെയ്ത്തുകാരനെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അവിടെ ഓരോ ഇത് കറക്കുമ്പോഴും ഓരോ അടിയിലും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഈ നെയ്ത്തുകാരന്റെ ചുണ്ട് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഇത് നിങ്ങളുടേതാണ്, ഇത് ദൈവത്തിൻ്റെതാണ്. ആ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണ് ഈ സന്യാസിക്ക് മനസ്സിലാകുന്നത്. ഓരോ നൂലിഴയും അവന്റെ ഹൃദയം മന്ത്രിക്കുകയായിരുന്നു. ഇത് നിങ്ങളുടേതാണ്, ഞാൻ സമർപ്പിക്കുകയാണ് പൂർണ്ണമായിട്ട്. ഓരോ പൂർത്തിയായ വസ്ത്രത്തിന് മുമ്പിലും അവൻ കുമ്പിടുന്നുണ്ടായിരുന്നു. അത് വിൽക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അദൃശ്യമായവന് തന്റെ പ്രിയപ്പെട്ടവൻ അത് സമർപ്പിച്ചിട്ടായിരുന്നു. അതാണ് സമർപ്പണം. ആ നെയ്ത്തുകാരൻ തന്റെ കടമയെ ഉപേക്ഷിച്ചില്ല, അവൻ അത് ഭക്തിയാക്കി മാറ്റി. അതാണ് യഥാർത്ഥ ഭക്തി. ഈ നെയ്ത്തുകാരൻ ഇരുന്ന് നെയ്തുകൊണ്ടിരുന്ന സ്ഥലം, പിന്നീട് നെയ്ത്തുകാരൻ മരണപ്പെട്ടു പോയി. പക്ഷെ ആ സ്ഥലത്ത് ഒരു 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 വലിയ വൃക്ഷമുള്ള അതിന്റെ ചോട്ടിലുള്ള ഒരു ഇതിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ദൈവികമായ ഒരു സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങി. ദൈവികമായ സാന്നിധ്യം. പലരും ചില സ്ഥലങ്ങളിൽ പോയിരിക്കുമ്പോൾ, ഇന്നലെ വരെ എനിക്കൊരു അനുഭവം, ഓരോ എന്റെ ഒരു സുഹൃത്ത് ഇപ്പൊ അടുത്ത് പരിചയപ്പെട്ടാണ്. അദ്ദേഹം വന്നു ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ, എന്താന്ന് അറിയില്ല സാർ, ഒരു ഭയങ്കര ഒരു സമാധാനം. ഒന്നും പറയാൻ പോയില്ല. ചില സ്ഥലത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനം കിട്ടും. കാരണം അവിടെ അവർ ഈ ദൈവത്തെ കണ്ടെത്തിയവർ ഇരുന്ന സ്ഥലമാണ്. ഇതാണ് അതിന്റെ പ്രത്യേകത. അവിടെ ആരോ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. ആ ഇരുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്. ആ പോസിറ്റീവ് എനർജി ഉണ്ട്. ആ എനർജിയാണ് നമ്മളും പോയി ഇരുന്ന് കിട്ടുന്നത്. ദൈവീകത കണ്ടെത്താൻ വേണ്ടിയിട്ട്, സ്പിരിച്വാലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട്, നിങ്ങളെ കണ്ടെത്താൻ വേണ്ടി നിങ്ങളുടെ കടമകളിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകേണ്ടതില്ല. നിങ്ങളുടെ കടമകളെ മുഴുവൻ ഡിവൈനിറ്റിയുമായി ഇഴ ചേർക്കുക. അത് മാത്രം ചെയ്താൽ മതി. അതാണ് സമർപ്പണം. തെറ്റിദ്ധരിക്കരുത്. അതാണ് സറണ്ടറിങ്. ഓക്കെ, ഗെറ്റ് റെഡി ഫോർ സറണ്ടർ. ഇന്നെല്ലാം സമർപ്പിച്ചിരുന്നോളണം കേട്ടോ. ആദ്യമായിട്ട് കയറിയ ആളുകളോട് ഞാൻ പറയാണ്, വളരെ പെട്ടെന്ന് പറയാം, ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതൊരു സിദ്ധൌഷധമാണ്. നിങ്ങളുടെ എല്ലാ സഫറിങ്ങുകൾക്കും എല്ലാ കഷ്ടപ്പാടുകൾക്കും ഉള്ള മരുന്നാണ്. ഇത് എത്ര നാൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല. ഇത് കഴിക്കാനുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഇത് സിമ്പിളാണ്. ഇതൊരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ നിങ്ങളുടെ മതങ്ങളുമായി കൂട്ടിപ്പെടുത്തുന്നതോ അങ്ങനെ ഒന്നും അല്ല. ജസ്റ്റ് നിങ്ങൾ ഞാൻ പറയുന്ന അത്രയും നേരം സൈലന്റ് ആയിട്ടിരിക്കുക, കണ്ണടച്ച്. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വൈബ്രേഷൻ ഉണ്ടാവും, ബോഡിയിൽ ചില ഭാഗങ്ങളിൽ വേദന ഉണ്ടാവും, കണ്ണ് തുറക്കാൻ തോന്നും. ഇതൊക്കെ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ഉണ്ടാവും. എന്നാൽ പോലും നിങ്ങൾ കണ്ണടച്ച് അവിടെ ഇരിക്കുക. എന്തെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട, എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട, ഒന്നും നാവ് കൊണ്ട് പ്രാർത്ഥിക്കുകയും വേണ്ട. കൈകളിൽ ഒരു മുദ്രകളിലും പിടിക്കരുത്, ഒരു സാധനവും പിടിക്കരുത്. കൈയെല്ലാം ഫ്രീ ആക്കി മടിയിൽ വെറുതെ വെക്കുക. കംപ്ലീറ്റ്ലി റിലാക്സ് ആയിട്ടൊന്ന് ഇരിക്കുക. എല്ലാം സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നുള്ളതല്ല. നിങ്ങളിലുള്ള അഹങ്കാരം, അസൂയ, ആസക്തി, ഭയം, നിരാശ,
ആളുകളോടുള്ള ദേഷ്യം, ഞാനെന്ന ഭാവം, ഞാൻ എന്തൊക്കെ അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഭാവം എല്ലാം ഉപേക്ഷിക്കുക. ഒന്നും അറിയാൻ പാടില്ല എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ വെറും ശൂന്യമാണ്. ഞാൻ ഒന്നുമല്ല. ഞാൻ ആ പരമാത്മാവിന്റെ, ഈശ്വരന്റെ, ദൈവത്തിന്റെ, സൃഷ്ടാവിന്റെ, കർത്താവിന്റെ, അള്ളാഹുവിന്റെ ആ ഒറ്റ ശക്തിയുടെ ഒരു ഭാഗം മാത്രമാണ്. വേറെ ഒന്നുമല്ല ഞാൻ. ഒന്നുമല്ല. ഇവിടെ വന്നതൊന്നും ഇവിടെ ഉള്ളതൊന്നും അല്ല എന്ന് വിചാരിച്ച് ഏതാനും നിമിഷങ്ങൾ മാത്രം നിങ്ങൾ കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ അതിനുശേഷം ക്ലിയർ ചെയ്യാൻ അവസരം ഉണ്ടാവും. ഓക്കെ, ഗെറ്റ് റെഡി. ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ ഒന്നിനും റെഡി ആവരുത്, തയ്യാറാവരുത്, ഒന്നിനും വേണ്ടി പരിശ്രമിക്കരുത്. ഞാൻ റെഡി എന്ന് പറഞ്ഞ് ജസ്റ്റ് അതിന് നമ്മൾ ഒന്ന് ഫിസിക്കലി തയ്യാറാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മാനസികപരമായി ഒന്നും കിട്ടുമെന്നോ ഒന്നും കിട്ടാൻ വേണ്ടി ഒന്നും ശ്രമിക്കരുത്. ചിന്തകൾ വന്നോട്ടെ പോയിക്കോട്ടെ. ചിന്തകളെ ഓടിക്കാനോ തല്ലി ഓടിക്കാനോ എതിർക്കാനോ ഒന്നും നിൽക്കണ്ട. ഓക്കെ,